Hello guys, welcome to our YouTube channel. ഗൈസ് സമയം ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അടിപൊളി സംഭവം കഴിച്ചിട്ട് ഇരിക്കുക. എന്തുവാന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു പോവാ. ഗൈസ് നമുക്ക് എല്ലാവർക്കും കാണുമല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫുഡും നമുക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് ഫുഡും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫുഡ് ഏറ്റവും ഇഷ്ടവും ഏറ്റവും ഇഷ്ടമല്ലാത്തതെന്നും കമൻറ്റിൽ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടമല്ലാത്ത ഫുഡ് വരുന്നതാണ് ഈ ചക്ക എന്ന് പറയുന്നത്. യെസ്, ചക്ക, പ്രത്യേകിച്ച് പഴുത്ത ചക്ക. അതിൻ്റെ മണം ഒന്നും എനിക്ക് അത്ര പിടിക്കത്തില്ല, ഇഷ്ടമല്ല. പക്ഷെ ഞാൻ കഴിക്കും. എപ്പോഴാണെന്നറിയോ, എൻ്റെ അമ്മ അട ഉണ്ടാക്കുമ്പോൾ ചക്കയപ്പം. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് അമ്മ ചക്കയപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനും അമ്മയും കൂടെ ആയിരിക്കും കുക്ക് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മളിവിടെ നമ്മുടെ പ്ലാവിൽ തന്നെ ചക്ക വെച്ച് പരിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ചക്കയെ ഇങ്ങനെ മിക്സിയിൽ ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പ് മാവാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങ ചിരകിയതാണ്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. പിന്നെ ഇത് നമ്മുടെ ശർക്കര ഇങ്ങനെ ആക്കിയത്. പിന്നെ നമ്മുടെ അരിപ്പൊടി. നമുക്ക് ആ ചക്ക നമ്മൾ പേസ്റ്റ് ആക്കിയത്, പഴുത്ത ചക്ക പേസ്റ്റ് ആക്കിയത് ഈ ഉരുളിയിലോട്ട് ഇടാം. എന്താ അമ്മ ചിരിക്കുന്നത്? ഓക്കെ, നമുക്കത് ഫുള്ള് ഈ ഉരുളിയിലോട്ട് ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ അരിമാവ, നമ്മൾ പൊടിച്ചു വെച്ച അരിമാവ്. അല്ലെങ്കിൽ എന്താ കട്ടിയായിട്ടുള്ള പീസൊന്നും അല്ല, തേങ്ങയാ. എന്തോ അമ്മ, തേങ്ങയാണ് ഇടുന്നത്. ഓക്കെ, നമ്മൾ തേങ്ങ ഇട്ട് അത് കഴിഞ്ഞാണ് നമ്മുടെ അരിപ്പൊടി ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഗോതമ്പ് മാവ് ഇട്ട് ഇത് നമ്മുടെ തേങ്ങാക്കൊത്ത്. എനിക്ക് തേങ്ങാക്കൊത്തൊന്നും അത്ര ഇഷ്ടമല്ല, എങ്കിലും ഇവർക്കൊക്കെ ഇഷ്ടമുണ്ട്, അവരിടുന്നു. ശർക്കര നമുക്ക് ഇതിലോട്ട് ഇടാം. അമ്മ ഇത് എവിടെ നിന്നാ അമ്മ ഈ ചക്കയപ്പം ഉണ്ടാക്കാൻ പഠിച്ചേ? അമ്മയുടെ അമ്മയും ചേച്ചിയോ? സതിയപ്പയാണോ? ചേച്ചിയും ഉണ്ടാക്കുന്ന കണ്ട്. യെസ്, നമ്മൾ നമ്മുടെ ശർക്കര ഫുള്ളി ഇട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മളിത് ഈ തവി കൊണ്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് ശരിയാവും. നമ്മളെ കൈ കൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്യും. അത് നല്ല പൊടി പോലെ ആണോ അല്ലേ? നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യാം. പാത്രം എടുക്കണം, നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം ഗൈസ്, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം, എങ്കിലേ നമുക്ക് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റൂ. ഗൈസ്, നമ്മൾ ഈ ചക്കയപ്പത്തിന്റെ മാവിൽ കുറച്ചുപോലും വെള്ളം ഒഴിച്ചിട്ടില്ല. അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അമ്മ എടുത്ത് പോയി. അതിൽ എന്താണോ നമ്മൾ വെള്ളം ഒഴിക്കാത്ത? വെള്ളത്തിന്റെ ആവശ്യമില്ല. ചക്ക നമ്മളിൽ പേസ്റ്റ് ആക്കിയല്ലേ എടുക്കുന്നത്. അപ്പൊ ആ ചക്കയിൽ ഉള്ള ആ പേസ്റ്റിന്റെ അതിലുള്ള ആ ഒരു അളവിലാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. നമുക്കൊരു പ്രത്യേക ഒരു അളവുണ്ട്, ഒരു എത്രത്തോളം അളവിൽ ഈ മാവ് കറക്റ്റായിട്ട് വരണമെന്നുള്ളത്. ആ ചക്കയുടെയും ശർക്കരയുടെയും ഒക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. അപ്പം മാവ് റെഡി ആയിട്ടൊന്ന് കാണിച്ചു വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഏലക്ക ഇടാം. ഏലക്ക ഞാൻ ഇടത്തില്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ചക്കയുടെ കൂട്ടത്തിൽ ഈ എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിനകത്ത് എൻ്റെ കൂടെ ഈ ഏലക്കയുടെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്ക ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, എനിക്ക് തേങ്ങ കൊത്ത് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റാതെ? തേങ്ങ കൊത്ത് മസ്റ്റായിരുന്നു. ഏലക്ക നമുക്കിനി ആ ചക്ക ഇലയിലോട്ട് ആക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കണേ. കൊള്ളാം. അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ വാഴയില ഇതിങ്ങനെ ഓരോരോ പീസാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയ ഇലയാണ്. ഈ ഇലയിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ എടുത്ത് ഇങ്ങനെ ഇലയുടെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇല ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. പഴുത്തുണ്ടേ? ഇത്രയും മതി, ചെറുതായിട്ടൊന്ന്. അടുത്ത ഞാൻ ചെയ്യട്ടെ? ഞാൻ ചെയ്തോട്ടെ? അത് ഞാൻ ചെയ്യും. നമുക്ക് ആദ്യം നമ്മുടെ കൈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കാം. അതിന് ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. ഇത്ര മതിയോ? ഇങ്ങനെ നമ്മുടെ ഇലയിലോട്ട് വെച്ച്, ഇലയിൽ വെള്ളം വയ്ക്കണമായിരുന്നു, വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്ര ചെറുതായിട്ട് മതിയോ? ഇനി
ഇങ്ങനെ ഇവിടെ മടക്കണം. ഇവിടെയും നമുക്ക് മടക്കാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചക്കയപ്പം. ഈ മിക്സിയിലിട്ട് പിന്നെ ഇങ്ങനെ പേസ്റ്റ് ആക്കേണ്ടത്. ആ ചക്കയുടെ അളവിലാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഞാനിപ്പോൾ ചക്ക അല്പം കൂടി പോയത് കൊണ്ട് ഇലയപ്പത്തിൻ്റെ എണ്ണത്തിലും ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ അതിനിയിപ്പം അടുത്തുള്ള വീട്ടിലും എൻ്റെ കുഞ്ഞമ്മയ്ക്കും നമുക്ക് കൊണ്ടുകൊടുക്കാം. നല്ല തീരത്തു ഇതിനകത്ത് പിന്നെ ജീരകപ്പൊടി, തേന്, ഈന്തപ്പഴം ഇതെല്ലാം മിക്സ് ചെയ്ത് ഇത് ഇങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് ഈ ചക്കയപ്പം നമുക്ക് ആ ചക്കയപ്പം ഇല്ല, അപ്പോൾ ചക്കയ്ക്കാണ് കൂടുതൽ ഇത് വരുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചക്കയുടെ ടേസ്റ്റിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ വേറെ വെച്ച് വെക്കാതെ ഇത് ഇത്രയും വെച്ച് ഉണ്ടാക്കുന്നത്. പിന്നെ മോക്ക് ഞാൻ വാട്ടി വെച്ചേക്കുന്നില്ല. അതായത് സ്കൂളിൽ ലഞ്ച് കൊണ്ടുപോകാൻ നേരത്ത് ഈ ഇലയിൽ പൊതിഞ്ഞാൽ ഞാൻ കറികളൊക്കെ വെക്കുന്നത് ആ ടിഫിൻ ബോക്സിനകത്ത്. അത് വെച്ചിരുന്ന ഇലയാണ്. അതൊക്കെ ഇനി പിന്നെ എടുക്കാം. എന്നിട്ട് ഞാൻ വേറെ ഇല എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആ മിക്സ് എല്ലാം വാഴയിലയിൽ ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാ, നമുക്കിത് അമ്മയ്ക്ക് എടുത്തുകൊണ്ട് കൊടുക്കാം. അയ്യോ, ഒരു കൈ വെച്ച് പറ്റത്തില്ല. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാനേ. നമ്മളുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ബോയിലാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ നമ്മൾ വെച്ചേക്കുന്ന ഈ അട എടുത്ത് നമ്മുടെ ഈ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി ആക്കി വേവിച്ചെടുക്കണം. ഇത് കൊള്ളുമോ അമ്മ ഇതിനകത്ത്? ആവിയിലല്ലേ, അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ എന്താ ഇങ്ങനെയൊക്കെ വെക്കുക. നമ്മൾ എടുത്തത് കുറച്ച് കൂടിപ്പോയാലേ ചക്ക. ഇവിടെ ഇരിക്കട്ടെ, ലാസ്റ്റത്തെ ഇത് മേളി വയ്ക്കട്ടെ ഇങ്ങനെ. ഓക്കെ, നമ്മളിത് വെച്ചു. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കും അല്ലേ? എത്ര മിനിറ്റ് എടുക്കുമോ? അത് നമുക്കൊരു 20 മിനിറ്റ് വരെ ഫുള്ളിൽ ഇത് വെച്ചിട്ട് ഫ്ലെയിം വെച്ച് ഫുള്ളിൽ നമുക്ക് നോക്കാം, എടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വരാം. അപ്പോൾ നമ്മുടെ ചക്കയട റെഡി ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ആ, നിങ്ങൾ ആവി പോന്ന് കാണുന്നുണ്ടോ? അടിപൊളി.
നമുക്കതൊക്കെ പ്ലേറ്റിലോട്ടാക്കാം. നല്ല അടിപൊളി കട്ടൻ ചായയും നല്ല ചൂട് ചക്കയപ്പവും കഴിക്കാം. ഗൈസ്, അപ്പം ഞാൻ ഈ ചക്കയപ്പവും കാപ്പിയും കൂടെ കുടിക്കട്ടെ. ഇവിടെ നല്ല നല്ല എന്താ തണുപ്പായിട്ട് കിടക്കുക. ഒരു കാപ്പിയും ചക്കയപ്പം കൂടെ കുടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് നമുക്ക് കാപ്പി കുടിക്കാം. അടിപൊളി. നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നുമായിരിക്കും ഈ കാപ്പി എന്ത് ഞങ്ങളാരും കുടിക്കത്തില്ലേന്ന്. പക്ഷെ അങ്ങനെയല്ല, അമ്മയുടെ കാപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ചക്കയപ്പം കഴിക്കാം. ചക്കയപ്പം ഞാനേ മുമ്പ് തേങ്ങാക്കൊത്ത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ, ആ തിരിച്ചെടുക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. ആ പരുത്ത ചക്കയൊക്കെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ്. നമുക്കിങ്ങനെ എന്താ വൈ മെൽറ്റ് ആവുന്നു. നിങ്ങൾക്ക് നമുക്ക് അപ്പയ്ക്ക് വെച്ച് കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഇപ്പം ഇത് കഴിച്ചോക്കെ എങ്ങനെയുണ്ടെന്ന് പറ. അടിപൊളി, സൂപ്പർ. അടുത്ത മിന്നുകുട്ടി എങ്ങനെയുണ്ടോ? ചേച്ചി ഉണ്ടാക്കിയ സൂപ്പർ, അടിപൊളി. എങ്ങനെയുണ്ട്? ചക്കയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടം കേട്ടോ, കൊള്ളാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.